लातेरी पोतेरी पुंजिरिचपो कंबि तेरी मतापो लातेरी पोतेरी पुंजिरिचपो कंबि तेरी मतापो मनसे आस्वदिക്കൂ ആവോളം യെസ് ലാത്തിരി പൂത്തിരി മുന്തിരി ചപ്പ് എല്ലാം ഇരിക്കട്ടെ അല്ലെ. അപ്പൊ നോക്കൂ, നല്ല ഫുൾ കളർഫുൾ ആയിട്ട് ബാക്കിലൊക്കെ നോക്കുമ്പോ ഫുൾ എന്താണ്, ഫുൾ പവർ 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 അല്ലെ, വെടിക്കെട്ട് പരിപാടി ഫുൾ രസമാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇങ്ങനെ ക്രാക്കേഴ്സ് കാണാൻ വേണ്ടിയിട്ടും ഫുള്ള് എന്താ പറയാ ഒരു വൈബ് അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര വൈബായിരുന്നു. അതേപോലെ വല്ല വിഷു വരുന്ന സമയത്ത് വല്ല ഫംഗ്ഷൻസ് വരുന്ന സമയത്തൊക്കെ ഫുൾ വൈബിന്റെ സമയമാണ് അല്ലെ, ഫുള്ള് രസമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് മെസ്സേജ് ചോദിക്കട്ടെ, ഇതൊക്കെ എന്ത് തരത്തിലുള്ള മാറ്റമാണ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ മാറ്റങ്ങളുടെ ലോകം അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. മിസ്സിന്റെ പേര് ശ്രീഭാമ SB എന്ന് വിളിക്കാം. റെഡി? അപ്പൊ നമ്മുടെ ലാത്തിരി പുത്തിരി മുന്തിരിച്ചപ്പോ എന്താണ് സംഭവം? പഠിക്കാ ഇപ്പോ നമുക്ക് ഈസിയായി പഠിക്കാലോ. നോക്കാം എന്താണ് സംഭവം നോക്കാം അല്ലെ. ശരിക്കും മക്കളെ, നമ്മൾ ഈ പൂത്തിരി കത്തിക്കുന്ന സമയത്തെ പൂത്തിരി, കമ്പിത്തിരി അല്ലെങ്കിൽ ഈ പറഞ്ഞ മത്താപ്പ് ഇതൊക്കെ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുൾ ഇങ്ങനെ നല്ല വൈബായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ശരിക്കും അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? നമ്മൾ ഓൾറെഡി മാറ്റങ്ങളെ പറ്റി കുറെ പഠിച്ചു. ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് അല്ലെ, രാസപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, ഭൗതികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ എന്റെ മക്കൾ പറയടാ, ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടാവുക? എനർജിയിൽ എന്തൊക്കെയോ ചേഞ്ചുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. വെൻ എ സ്പാർക്ലർ ഈസ് ലിറ്റ് അല്ലെങ്കിൽ ഒരു പൂത്തിരി കത്തുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഫുൾ ഇതേപോലെ വൈബായിട്ട് ഫുൾ അങ്ങനെ പടക്കം പൊട്ടുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെയുള്ള എനർജി ചേഞ്ച് എന്താണെന്നാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. മോസ്റ്റ്ലി നമുക്കറിയാം, ഒരു പടക്കം പൊട്ടി പറയുമ്പോൾ ടപേ സൗണ്ട് തന്നെ ഒരു വിഷയമാണ് അല്ലെ. അപ്പൊ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയോ നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റോട് കൂടിയിട്ടല്ലേ മക്കളെ അത് കത്തുന്നേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ട്. ഹീറ്റിലെ ആ ഭാഗത്ത് കത്തിച്ച ഭാഗത്ത് നമുക്ക് അടുത്ത് പോകാൻ പറ്റുമോ? പടക്കം വന്നാൽ നമ്മൾ പുറത്തേക്ക് ഇടുക ചെയ്യുക. കാരണം എന്താ, ചൂടാണ്, അത് പൊട്ടു അല്ലെ. സോ ദാറ്റ് മീൻസ് താപം, ഹീറ്റും അവർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ ദർ ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ എ സ്പാർക്ക്. അതിനകത്ത് ഒരുപാട് കെമിക്കലി സാധനങ്ങൾ ഉള്ളിൽ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കിയുള്ള ക്രാക്കേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പല പൊട്ടുന്ന ക്രാക്കേഴ്സ് പോലുള്ള ഏത് സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാസോർജം അടങ്ങിയിട്ടുണ്ട്. ദറ്റ് കണ്ടെയ്ൻ കെമിക്കൽ എനർജി ഉണ്ട്. ഈ കെമിക്കൽ എനർജി എന്തൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്? അപ്പൊ പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിട്ടുണ്ട്. പൂത്തിരി കത്തുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജ രൂപങ്ങളായിട്ട് മാറുന്നത് അല്ലേ. സോ when a sparkle is lit, the chemical energy in the sparkle is converted into form of energy like sound, light, heat. അപ്പൊ അതെന്തൊക്കെയായിട്ട് മാറും? സൗണ്ട്, ഹീറ്റ്, ലൈറ്റ് അല്ലെ. നല്ല ടപ്പി എന്ന് പറഞ്ഞ സൗണ്ട്, നല്ല അടിപൊളി ലൈറ്റ്, നല്ല ഹീറ്റ്, ഇങ്ങനെയായിട്ട് അവർ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്ത് ചേഞ്ചാ വന്നിട്ടുള്ളത്? കെമിക്കൽ എനർജി, രാസപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഹീറ്റ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്, ലൈറ്റ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്, സൗണ്ട് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? അപ്പൊ താപോർജം, പ്രകാശോർജം, ശബ്ദോർജം, ഈ 3 ഊർജ്ജ മാറ്റങ്ങളും അതിനകത്ത് സംഭവിക്കുന്ന കാര്യം. വാങ്ങിക്കുന്ന സമയത്തുള്ള പോലെയല്ല പൊട്ടിക്കുമ്പോൾ അല്ലെ. അപ്പൊ ഈ പല രീതിയിലുള്ള ചേഞ്ചുകൾ അതിനകത്ത് വരുന്നുണ്ടാ. ഇതിപ്പോ വേറെ ഉണ്ട്. ഒരു പേപ്പർ കത്തിക്കാണ് മിസ്, ഈ ഒരു പേപ്പർ എവിടെയുള്ള ഒരു പേപ്പർ എടുത്ത് കത്തിക്കൂ എന്ന് വിചാരിച്ചോ? ഇപ്പോഴുള്ള പോലെ ആയിരിക്കില്ലല്ലോ. എന്താണ് അതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുക? ഹീറ്റ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഹീറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ട്. സൗണ്ട് ഉണ്ടോ ചോദിച്ചാൽ അത്ര കാര്യമായിട്ടുള്ള സൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അത്ര കാര്യമായിട്ടുള്ള വെടിക്കെട്ട് പോലത്തെ സൗണ്ട് ഒന്നും ഇല്ല. ഓക്കെ. ക്യാംഫർ കത്തിക്കുമ്പോൾ, ഒരു കർപ്പൂരം കത്തിക്കുമ്പോഴും ഹീറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, പക്ഷെ സൗണ്ട് എത്ര ഓവർ ആയിട്ടുണ്ടോ ചോദിച്ചില്ല. അതേസമയം ഫയർ ക്രാക്കർ ആണെങ്കിലോടാ 3 സാധനം കിടുക്കാച്ചി ആയിട്ടുണ്ട്. സൗണ്ട് ഉണ്ട്, ഹീറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. കുക്കിംഗ് ഗ്യാസ് ബേൺസ് ആണെങ്കിലോ, പാചകവാദമാണെങ്കിലും ചൂടുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടില് ഒരു ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന സമയത്ത് അതിന്റെ ചൂട് കാരണം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെ. ഈ അടുക്കളയിൽ നിന്ന് അമ്മമാര് പണിയെടുക്കാൻ പറഞ്ഞ ചില്ലറാന്നാ അവിടെ പോയിരുന്ന വേർത്ത് കുളിക്കുമ്പോൾ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഹീറ്റ് ഉണ്ട്, ലൈറ്റും ഉണ്ട്, സൗണ്ട് എത്ര കാര്യമായിട്ടൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. അപ്പൊ സ്റ്റൗ ഓൺ ആക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് ഒന്നും ഉണ്ടോ? ഇല്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ അല്ലെ. സോ പേപ്പർ എത്തുമ്പോൾ താപം, പ്രകാശം. കർപ്പൂരാണെങ്കിലും അങ്ങനെ തന്നെ. പടക്കാണെങ്കിൽ 3 എണ്ണം ഉണ്ട്. താപമുണ്ട്, പ്രകാശമുണ്ട്, ശബ്ദമുണ്ട്. പാചകവാതകമാണെങ്കിൽ പ്രകാശമുണ്ട്, താപമാറ്റമാണ് മെയിൻ ആയിട്ട് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ഈ മാറ്റങ്ങൾ എൻ്റെ മക്കൾ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം. കാരണം പല രീതിയിൽ പലതിലും പല പല മാറ്റങ്ങളാണ് അല്ലെ. സോ നിങ്ങൾക്ക് ഞാനൊരു മാറ്റത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ. എന്താ പറയുക, ഇസ്തിരി പെട്ടിയില്ലേ, ഇസ്തിരി അയൺ ബോക്സ്, ഇസ്തിരി പെട്ടിയിലുള്ള കളർ എന്താണ് ചേഞ്ച് എന്താന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ അയൺ ബോക്സിനകത്ത്
എന്താണ് സംഭവിക്കുന്നത്, എന്ത് ചേഞ്ചുകളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇനി മിസ് വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ, സി യു ഡിയേഴ്സ്, ബൈ ബൈ.